പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാഞ്ഞിരപ്പുഴ ഡാമാണ് നമ്മൾ കാണാൻ പോകുന്നത്. പാലക്കാട് വരുന്നവർ കണ്ടിരിക്കേണ്ട സന്ദർശന സ്ഥലങ്ങളിൽ ഒന്നാണ് കാഞ്ഞിരപ്പുഴ ഡാം. പാലക്കയത്ത് നിന്നും ഈ ഡാമിലേക്ക് പോകുമ്പോൾ നമുക്ക് കയറി നിന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ കാണുന്നത്. പാക്കോടൻ മലയാണ് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങൾക്ക് വീഡിയോയിൽ അത് എത്രത്തോളം ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകില്ല. പക്ഷേ നേരിൽ കാണാൻ ഒത്തിരി മനോഹരമാണിത്. ആ സൈഡിലുള്ള വ്യൂസൊക്കെ നല്ല മനോഹരമാണ് കാണാൻ. ചുറ്റിനും മലനിരകളാലൊക്കെ അലങ്കൃതമായിരിക്കുന്ന നല്ല ഒരു ഡാമിൻ്റെ വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പാലക്കാട് നിന്നും ഏകദേശം 35 കിലോമീറ്റർ ദൂരെയാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ സ്റ്റേ ചെയ്ത പാലക്കയം ചീനിപ്പാറയിലെ ഏതൻ റിസോർട്ടിൽ നിന്നും 9 കിലോമീറ്റർ മാത്രം ദൂരമുള്ള അണക്കെട്ടാണ് കാഞ്ഞിരപ്പുഴ അണക്കെട്ട്. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ടിനെ പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ ഡാമിനോട് ചേർന്ന് നല്ലൊരു ചിൽഡ്രൻസ് പാർക്കും അതിനോട് ചേർന്ന് നല്ലൊരു ഉദ്യാനവുമുണ്ട്. ഫാമിലിയായി കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നവർക്ക് ഒരു ദിവസം മുഴുവൻ സമയം ചെലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ കാഞ്ഞിരപ്പുഴ ഡാമും അതിനോട് ചേർന്നുള്ള ഉദ്യാനങ്ങളും. വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും എന്നതുകൊണ്ട് ഡാമിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നത്. അടുത്ത വീഡിയോയിൽ ചിൽഡ്രൻസ് പാർക്കും ഉദ്യാനങ്ങളെ പറ്റിയും ഇടുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ അടുത്ത വീഡിയോയും കാണാൻ ശ്രമിക്കണമേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡാമിലേക്കാണ്. ഏത് ഡാമാ പോന്നേന്ന് പറയാമോ? ഏത് ഡാമാ? അറിയത്തില്ല. നിങ്ങൾ വിചാരിക്കുന്നത് കാഞ്ഞിരപ്പുഴ ഡാം പാലക്കാട് നിന്നും അകത്തേക്ക് എത്ര കിലോമീറ്റർ ആണെന്ന് 5 കിലോമീറ്റർ ദൂരമുള്ള കാഞ്ഞിരപ്പുഴ ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്ല, പാലക്കാട് ടൗണിൽ നിന്നല്ലല്ലോ 5 കിലോമീറ്റർ ദൂരം. പാലക്കാട് നമ്മുടെ ഈ സ്ഥലത്ത് ഈ ജംഗ്ഷന്റെ പേരെന്തുവായിരുന്നു? അപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത് കാഞ്ഞിരപ്പുഴ ഡാമിലേക്കാണ്. നമുക്കൊരു സ്പെഷ്യൽ ആളുണ്ട് കേട്ടോ, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. രണ്ട് ഫാമിലി ചേർന്ന ഗീവ് ടാറ്റാ. സബ്സ്ക്രൈബ്. ഗയ്സ്, നിങ്ങൾക്ക് അറിയില്ല, പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമന്റ്. ഓക്കേ. ഇതെന്നിട്ട് വൈപ്പിട്ടടാ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. കാർ പാർക്കിംഗ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നവിടമാണ് ഇവിടെ എല്ലാം. അങ്ങനെ ഞങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് ഞങ്ങളോട് കൂടെയുള്ള കിഡ്സ് എല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്. എൻട്രൻസിലേക്ക് കയറുന്നതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. ഇവിടെ ഒരു ചെറിയ ഫീ നമുക്ക് അടയ്ക്കണം. കാർ പാർക്കിങ്ങിന് 20 രൂപയാണ്. അതുപോലെ ഡാമിലേക്കുള്ള എൻട്രി 30, അഡൽട്ടിന് 30 രൂപ, ചിൽഡ്രന് 15 രൂപ. ഇതിൻ്റെ വിസിറ്റിംഗ് ടൈം ഉണ്ട് ഇവിടെ. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം. ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമയമേ ഞങ്ങൾക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ. നല്ല മഴ സമയമായിരുന്നു ഞങ്ങൾ വന്നത്. ഇപ്പോൾ ഏതായാലും ഇങ്ങോട്ട് കയറുന്ന സമയം മഴയൊക്കെ ഒന്ന് തോർന്ന് നിൽക്കുകയാണ്. അതിൻ്റെ കവാടത്തിലൂടെ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുക. കയറുമ്പോൾ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു എക്കോ ഷോപ്പുണ്ട്. അവിടെ നമുക്ക് കാട്ടിലെ സാധനങ്ങളൊക്കെ, തേന്, കുന്തിരിക്കം, അങ്ങനെ കാട്ടിലെ വിഭവങ്ങളൊക്കെ നമുക്കവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ലെഫ്റ്റ് സൈഡിൽ ടോയ്ലറ്റും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഫീഡിംഗ് റൂമുകളും ഒക്കെ ഉണ്ട്. നല്ല മനോഹരമാണ് ഇതിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്തപ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ നേരെ ഡാമിലേക്കാണ് പോകുന്നത്. ഈ റോഡ് നേരെ ചെല്ലുന്നത് ഡാമിലേക്കാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും മനോഹരമായ ഉദ്യാനങ്ങളാണ്. ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും എന്ത് വൃത്തിയായിട്ടാണ് ഇവിടെയൊക്കെ അവർ ഇട്ടിരിക്കുന്നതെന്ന്. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ അവിടെ വ്യൂ പോയിൻറ്റിൽ നിന്ന് കണ്ട ആ മല ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ മലനിരകൾ ഡാമിൻ്റെ മുകളിൽ നമുക്ക് ചെന്ന് നോക്കുമ്പോഴും നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാം. ഒത്തിരി മലനിരകൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടിന് സമീപം കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ
കാഞ്ഞിരപ്പുഴയിൽ ഭാരതപ്പുഴയുടെ പോഷക നദിയായ കുന്തിപ്പുഴയുടെ കൈവഴിയായ കാഞ്ഞിരപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ഈ കാഞ്ഞിരപ്പുഴ അണക്കെട്ട്. അണക്കെട്ടിന് 3 ഷട്ടറുകളാണ് ഉള്ളത്. ഞങ്ങൾ പോയ സമയത്ത് ഈ ഷട്ടറുകൾ 3ഉം തുറന്നിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു അവിടെ. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 1961 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 1995 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായതാണ്. കേരള സംസ്ഥാന ജലസേചന വകുപ്പാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. 30.78 മീറ്റർ ഉയരവും 2127 മീറ്റർ നീളവുമുണ്ട് ഈ അണക്കെട്ടിന്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്, ഒറ്റപ്പാലം, പാലക്കാട് താലൂക്ക് എന്നിവിടങ്ങളിലൂടെ 9713 ഹെക്ടർ സ്ഥലത്ത് ജലസേചനം നടത്തുന്ന പദ്ധതിയാണ് ഇത്. ഞങ്ങൾ പോയ സമയം മഴക്കാലമായതിനാൽ അങ്ങോട്ട് കയറുന്ന പാതകളൊക്കെ ഇച്ചിരി ചെളിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് അവർ കുറച്ച് മെറ്റലുകൾ അവിടെ പാകിയിട്ടുണ്ട്. ഇനിയും ഡാമിൻ്റെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ സ്റ്റെപ്പുകൾ കയറാൻ. ഒത്തിരി സ്റ്റെപ്പുകൾ കയറണം. അതുകൊണ്ട് പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഉദ്യാനത്തിൽ തന്നെ സ്റ്റേ ചെയ്യുന്നതായിരിക്കും നല്ലത്. അവർക്ക് അവിടെ വിശ്രമിക്കുവാൻ പറ്റിയ സൗകര്യങ്ങളുണ്ട്. കുട്ടികളെ കയറുന്നതും ബുദ്ധിമുട്ടായിരിക്കും. കയറാൻ ആരോഗ്യമുള്ളവരൊക്കെ കയറി മുകളിൽ ചെന്നത് കാണുന്നത് നല്ല മനോഹരമായിരിക്കും. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോവുകയാണ്. തൂതപ്പുഴ നദിയുടെ കൈവഴിയായ കാഞ്ഞിരപ്പുഴ നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് എല്ലാ വശങ്ങളിലും വിശാലമായ പർവ്വതനിരകളുടെ അതിശയകരമായ കാഴ്ചകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നു. 7000 ഹെക്ടർ വിസ്തൃതിയുള്ള ഈ നീർത്തടാകം വെറ്റിലച്ചോലയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇത് ഇടതൂർന്നതും നിത്യഹരിതവുമായ വനമാണ്. പാലക്കാടിലെ 24,000 ഏക്കറിലധികം ഭൂമിക്ക് ജലസേചന പിന്തുണ നൽകുന്ന കല്ലുകൊണ്ടുള്ള ഈ അണക്കെട്ട് വളരെ മനോഹരമാണ്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പുകളൊക്കെ കയറി അണക്കെട്ടിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. നോക്കിയേ എന്ത് മനോഹരമാണ് ഇവിടെയൊക്കെ കാണാനായിട്ട്. ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് നമ്മൾ കയറിയതെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മറക്കുവാൻ പറ്റിയ നല്ല കണ്ണിനൊക്കെ കുളിർമ നൽകുന്ന നല്ല കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. നോക്കിയേ എന്ത് മനോഹരമാണ് ആ നദിയൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ. അതിനോടൊപ്പം ആ മലനിരകളും ഒക്കെ കിടക്കുന്നത്, അതിൻ്റെ ആ ക്ലൗഡൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുന്നവരൊക്കെ കയറി വന്ന് നിന്ന് ഇത് കാണണം. നമ്മളവിടെ കണ്ടതായ ആ വാക്കോടൻ മല നമുക്ക് നന്നായിട്ട് ഇവിടെ നിന്ന് കാണാം. എന്ത് മനോഹരമല്ലേ! എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇവിടെ വന്നൊന്ന് കാണണം കേട്ടോ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മുകളിൽ വരെ കയറി വന്നില്ല. കുറച്ച് 1-2 കുഞ്ഞുങ്ങളെ കയറി വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ താഴെ പാർക്കിൽ കളിക്കുകയാണ്. അവർ വരാഞ്ഞതും ഏതായാലും കാര്യമായി. ഇത്രയും സ്റ്റെപ്പുകളൊന്നൊക്കെ കുഞ്ഞുങ്ങൾ കയറി വരാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ഞങ്ങളുടെ കൂടെ 2 കൊച്ചു കുഞ്ഞുങ്ങൾ കയറി വന്നിട്ടുണ്ട്. നമുക്ക് കാണാം അവരുടെ ആ സന്തോഷം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഷട്ടറുകളൊക്കെ തുറന്ന് വെള്ളം പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാം. നോക്കി എന്ത് മനോഹരമാണ്! കണ്ണിന് നല്ല കുളിർമ നൽകുന്ന കാഴ്ചകളല്ലേ. പാലക്കാട് ജില്ലയിലുള്ള 4 ഡാമുകളിൽ ഒന്നാണ് ഈ കാഞ്ഞിരപ്പുഴ ഡാം. മറ്റ് ഡാമുകൾ ഒന്ന് പോത്തുണ്ടി ഡാമാണ്, അടുത്തത് മലമ്പുഴ ഡാം, അടുത്തത് മംഗലം ഡാമാണ്. അതിൽ ഏറ്റവും മനോഹരമായൊരു ഡാമാണ് ഈ കാഞ്ഞിരപ്പുഴ ഡാമും. ഇതും നിങ്ങൾ വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു ഡാമാണ്. ഇവിടെ നല്ല മനോഹരമാണ്. ഇവിടെ നിന്ന് കാണാനായിട്ട് ചുറ്റിനും മലനിരകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പാലക്കാട് വിസിറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടതായ ഒരു സ്ഥലമാണ് കാഞ്ഞിരപ്പുഴ ഡാം. ഇത് നിങ്ങൾ കാണാതെ പോകരുത്. നല്ല മനോഹരമാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ളതായ ദൃശ്യങ്ങൾ. ഇത് വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞങ്ങൾ ഈ ഡാമിൻ്റെ കാഴ്ചകൾ ഇവിടെ വെച്ച് നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇതിനോട് ചേർന്നുള്ള ഉദ്യാനവും ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ വീഡിയോയും ആരും കാണാൻ മറക്കരുത്. നല്ല ഒരു ചിൽഡ്രൻസ് പാർക്കും നല്ല ഉദ്യാനവുമാണ്. അതുപോലെ തന്നെ ഈ ഡാമിൻ്റെ ഈ കവാടത്തിലേക്ക് കയറുന്നതിന് മുന്നേ നേരെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഞങ്ങൾ ഈ ഡാമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആ ബാക്ക് സൈഡിലേക്ക് ഞങ്ങൾ പോയില്ല. അവിടെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ
നിങ്ങളെല്ലാവരും അത് കാണണം. അതുപോലെ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ അപാകതകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. എന്നാലേ അടുത്ത വീഡിയോയിൽ ആ ന്യൂനതകളൊക്കെ പരിഹരിച്ച് വീഡിയോ മെച്ചപ്പെടുത്തുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരും മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ. The end of the dam. That side holds all the water. And it's freaky. It's scary. Okay. Chainsaw.